അലൈഡ് ഹെൽത്ത് സയൻസിൽ ഏറ്റവും കൂടുതൽ ചെലവേറിയ കോഴ്സ്, അതല്ല എങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസിൽ തുടങ്ങിയ കാലം തൊട്ടേ അല്ലെങ്കിൽ ഈ കോഴ്സൊക്കെ പ്രചാരമായ കാലം തൊട്ടേ ഇന്ന് വരെ ഡിമാൻഡ് ഒരു കോൺസ്റ്റന്റ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ്, അതെ, കാർഡിയാക്. ഇന്ന് നമുക്ക് കാർഡിയാക്കിനെ പറ്റി സംസാരിക്കാം. കാർഡിയാക്കിനെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാർഡിയാക്കിന്റെ ഒരു രണ്ട് വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട് കാർഡിയാക്കിൽ തന്നെ. അതായത് ഒന്ന് കാർഡിയാക് കെയർ, അതല്ലെന്നുണ്ടെങ്കിൽ വാസ്കുലർ ടെക്നോളജി എന്ന് പറയും. മറ്റേത് പെർഫ്യൂഷൻ ടെക്നോളജി. ഇതിനെ രണ്ടിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിക്കാം. കാർഡിയാക് കെയർ എന്താണ്, അതേപോലെ തന്നെ പെർഫ്യൂഷൻ എന്താണ്, രണ്ടിനെ പറ്റി ആദ്യം ജസ്റ്റ് ഒരു ബ്രീഫ് പറഞ്ഞുതരാം. കാർഡിയാക് കെയർ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ലാംഗ്വേജ്, ഞാൻ ഡെപ്ത് ആയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് മനസ്സിലാവുന്ന രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാർഡിയാക്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും പിന്നെ അതിന്റെ ഓപ്പറേഷൻ ഒഴിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്, മീൻസ് കാർഡിയാക് കെയർ അല്ലെങ്കിൽ വാസ്കുലർ ടെക്നോളജി പഠിക്കുന്ന ആൾക്കാര് അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒരിക്കൽ കൂടി പറയാം, നമുക്ക് ഓപ്പറേഷൻ ഒഴികെയുള്ള ബാക്കിയുള്ള ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്റ്റെന്റ് ഇടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ വരുന്ന ആ ട്രീറ്റ്മെന്റ് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഇത്, എക്കോ എടുക്കുന്ന ആ ഒരു പാർട്ട്, അങ്ങനെ വരുന്ന ജോലികളൊക്കെയാണ് കാർഡിയാക് കെയർ അല്ലെങ്കിൽ വാസ്കുലർ ടെക്നോളജിക്കകത്ത് വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പെർഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുമല്ലോ, അതായത് ഒന്നെങ്കിൽ നമ്മൾ ഓപ്പൺ സർജറി ആയിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അല്ലാതുള്ള സർജറി ആയിരിക്കും, ബൈപ്പാസ് ആയിരിക്കും. ഇത് രണ്ടും ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം നിൽക്കും, ഒരു താൽക്കാലികമായിട്ടുള്ള രീതിയിൽ നിൽക്കും. അപ്പൊ ആ ടൈമിലും നമ്മുടെ ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് ബ്ലഡ് കാര്യങ്ങൾ എത്തണം. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ നമ്മൾ യൂസ് ചെയ്യും. ആ മെഷീൻ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിന്റെ ജോലി. ഓക്കെ, ഒന്നുകൂടെ പറയാം, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിലോ അതല്ല ബൈപ്പാസ് ഓർ തുറന്നു വെച്ചുള്ള ഓപ്പൺ സർജറി ആണെങ്കിലോ ആ ടൈമില് ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലോട്ട് ബ്ലഡ് എത്തിക്കാൻ ഹൃദയത്തിന് സാധിക്കില്ല. അന്നേരം ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് വെക്കണം, അല്ലെങ്കിൽ ഒരു മെഷീൻ വെക്കണം. ആ മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന ആളാണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ്, അല്ലെങ്കിൽ അത് പഠിക്കുന്ന ആളാണ് അത് ചെയ്യേണ്ടത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊന്നല്ല. ഇത് രണ്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഇതാണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഇതിലേതാണ് ബെറ്റർ, നമുക്ക് ഇതിലേത് പഠിച്ചാലാണ് ജോലി കിട്ടുന്നത്, ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കാർഡിയാക്ക് പഠിക്കുമ്പോൾ വാസ്കുലർ അല്ലെങ്കിൽ കെയർ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലി സാധ്യത ഒരു പടി കുറച്ച് കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. കാര്യം അവർക്ക് കുറെ സെക്ഷൻസ്, ഇപ്പൊ എക്കോയിലാണെങ്കിലും അതുപോലെ കാത്തലാബിലാണെങ്കിലും അങ്ങനെ കുറെ സെക്ഷൻസിൽ, ഡയഗ്നോസിങ്ങിലൊക്കെ പല സെക്ഷനിലായിട്ട് അവർക്ക് ജോലി സാധ്യതയുണ്ട്. എന്നാൽ പെർഫ്യൂഷൻ പഠിക്കുന്ന ഒരാളെ ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ലെങ്കിൽ 2 പേരുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഒരു വർഷം തന്നെ പല കോളേജുകളിലായിട്ട് പഠിച്ചിറങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ജോബ് പെർഫ്യൂഷൻ പഠിക്കുന്നവർക്ക് കുറവാണ്. കാർഡിയാക് കെയറിനെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫ്യൂഷൻ പഠിക്കുന്നവർക്ക് നമ്പർ ഓഫ് ജോബ് കുറവാണ്. എന്നാൽ പെർഫ്യൂഷൻ പഠിക്കുന്ന ഒരാൾക്ക് അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കാർഡിയാക് കെയർ പഠിക്കുന്നവരെക്കാട്ടിലും സാലറി കിട്ടും. അതായത് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി, അതല്ല എങ്കിൽ ജോലിയില്ലാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. എന്നാൽ ജോലി കിട്ടി നല്ല സാലറി ഉള്ള ആൾക്കാരെ അറിയാം. സോ ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വഴി ഉണ്ടെങ്കിൽ, മീൻസ് ജോലി നേടാൻ ഒരു നല്ലൊരു പാത്തൂർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പെർഫ്യൂഷനിലോട്ട് നോക്കാവൂ. അല്ലാത്ത പക്ഷം കാർഡിയാക്കിനകത്തിൽ ഏറ്റവും നല്ലത് കെയർ അല്ലെങ്കിൽ വാസ്കുലർ ടെക്നോളജി തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ ഈ കാർഡിയാക് കെയറിനകത്ത് തന്നെ ഒരു 2 സെക്ഷനായിട്ട് വരുന്നുണ്ട്. അതായത് എക്കോയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ
കാത്ത് ലാബിലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എക്കോയില് കൂടുതലായിട്ടും നമുക്ക് പെൺകുട്ടികളാണ് കൂടുതൽ പോകുന്നത്. കാത്ത് ലാബിൽ ആൺകുട്ടികളാണ് കൂടുതലും പോകുന്നത്. നമ്മൾ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ ഇപ്പം ഒരുപാട് പറയുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും മെഡിക്കലില് ചില ജോലികളിൽ നമ്മൾ ആ ജെൻഡർ ഇക്വാലിറ്റി നോക്കാത്തതാണ് നല്ലത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് ഹാർംഫുൾ ആവുന്ന രീതിയിലാണ് ചില എക്യുപ്മെന്റ്സും ചില മെഡിസിനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം എത്രയൊക്കെ ഇനി ഇക്വാലിറ്റി കാര്യങ്ങൾ പറഞ്ഞാലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ടുപേരുടെയും ശരീരഘടനയും അതിന്റെ മെക്കാനിസവും തമ്മിൽ കുറെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ആൺകുട്ടികൾക്ക് തന്നെയാണ് മുൻതൂക്കം, ചില കാര്യങ്ങൾക്ക് പെൺകുട്ടികൾക്ക് തന്നെയാണ് മുൻതൂക്കം. അപ്പം ആ ഒരു കാര്യം ഇതിനകത്തും വരുന്നുണ്ട്, കാർഡിയാക്കിനകത്തും വരുന്നുണ്ട്. അതായത് കാർഡിയാക് കെയറിന്റെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് കാത്ത് ലാബും വരുന്നുണ്ട്. കാത്ത് ലാബിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മെഷീൻസ്, റേഡിയേഷൻസ് ഉള്ള ഒരുപാട് മെഷീൻസ് അതിനകത്ത് വരുന്നുണ്ട്. സോ അതില് പെൺകുട്ടികളാണ് വരുന്നതെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ടോ ഒക്കെ രോഗങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾ കൂടുതലായിട്ട് എക്കോയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ആൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവര് കാത്ത് ലാബിലും മറ്റവര് എക്കോയിലുമാണ് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പൊതുവെ എന്നോട് പല കുട്ടികളും വന്നിട്ട് ചോദിക്കാറുണ്ട്, നമ്മളിപ്പോ മെഡിക്കൽ കോഴ്സ് പഠിച്ചു, ഹോസ്പിറ്റലിൽ മാത്രമാണ് ജോലി സാധ്യത എന്ന് ചോദിക്കാറുണ്ട്. അത് ഈ കാർഡിയാക്കിന്റെ കാര്യം ചോദിക്കുമ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാ അലൈനിലും അങ്ങനത്തെ ചോദ്യം ഉണ്ടാവാറുണ്ട്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്നു. ഒരുപാട് എക്യുപ്മെന്റ്സ് കാര്യങ്ങള്, പുതിയ 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 കണ്ടുപിടുത്തങ്ങള്, ഇപ്പൊ പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മേഖലയില്, അതായത് ആ മെഷീൻസിന്റെ മേഖലയിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനികള്, അതേപോലെ തന്നെ അതിന്റെ പ്രവർത്തനം, അതിന്റെ സർവീസ്, ആ ഒരു മേഖലയിൽ ജോലി സാധ്യത ഉണ്ട്. ഇതിപ്പം ഈ അലൈഡ് ഹെൽത്ത് സയൻസിൽ എസ്പെഷ്യലി നമ്മളിപ്പോ കാർഡിയാക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, കാർഡിയാക്ക് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മെഷീൻസ് കൂടുതലായിട്ട് ഔട്ട്സൈഡിൽ നിന്നാണ്, ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിൽ നിന്നാണ് കൂടുതലായിട്ടും മെഷീൻസ് കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ്, ഒരു ക്ലിനിക്കലായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഈ ഒരു പോസ്റ്റില് ഉറപ്പായിട്ടും വേണം. അപ്പൊ ആ സ്പെഷ്യലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ജോലിയും വരുന്നില്ല, എന്നാൽ നല്ല സാലറി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാല് 1-2 പേരെ ഒക്കെ ഒരു കമ്പനിയിൽ ആവശ്യമുള്ളൂ, പോസ്റ്റ് കുറവാണ്. എങ്കിലും എങ്ങനെങ്കിലും ഒന്ന് കയറി പറ്റി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിരിക്കും, നല്ല സാലറി കിട്ടും. ഞാൻ ഒരു ഇതേപോലെ സ്പെഷ്യലിസ്റ്റിനോട് സംസാരിച്ചപ്പോൾ പുള്ളി ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഒരു അമേരിക്കൻ കമ്പനിയുടെ ഇതായിട്ട് ഇന്ത്യയിലെ ഹോസ്പിറ്റൽസ് ബേസ് ചെയ്തിട്ടാണ് അവരുടെ കമ്പനിയുടെ വർക്ക് മൊത്തം പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. വല്ലപ്പോഴും ഒരു കോളോ കാര്യങ്ങളോ വരുമ്പോൾ, ചില മെഷീൻസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ കോളോ കാര്യങ്ങളോ വരുമ്പോഴൊക്കെ മാത്രം പോയാൽ മതി. പിന്നെ ട്രാവൽ അലവൻസും ബാക്കി താമസവും കാര്യങ്ങളും എല്ലാം തരും. അപ്പൊ ആ ഒരു മേഖലയിൽ ജോലി സാധ്യത ഉണ്ട്. അതിനെപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർക്കും ഒന്നും ഒരു അറിവുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒരു അലൈഡ് ഹെൽത്ത് സയൻസില് ഏതൊരു കോഴ്സ് എടുത്താലും ഇങ്ങനെയും കൂടെ ഒരു ജോലി സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് നോക്കുക. അതല്ലാതെ നമ്മൾ ഈ പണ്ട് നോക്കുന്ന പോലെ ഗവൺമെന്റ് സർവീസിൽ കയറാം, PSC എഴുതാം, അങ്ങനെ ഒരു മൈൻഡ് മാത്രം നിൽക്കരുത്. അങ്ങനെ കിട്ടുന്നത് വളരെ കുറവാണ്. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, പക്ഷെ ഈ ഒരു മേഖലയും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. പിന്നെ തുടക്കത്തില് ഈ ഒരു കോഴ്സ്, അതിപ്പോ കെയർ ആണെങ്കിലും പെർഫ്യൂഷൻ ആണെങ്കിലും കേരളത്തിൽ തന്നെ മറ്റു കോഴ്സുകളാണെങ്കിലും നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തുടക്കത്തില് ഒരു ഇന്ത്യൻ ഒരു കണ്ടീഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 20 to 30 റേഞ്ച് ഒക്കെയാണ് മാക്സിമം നമുക്ക് ആദ്യം ഒരു സാലറി കിട്ടുന്നത്. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു വർധനവോ കാര്യങ്ങളോ ഉണ്ടാവാറുള്ളൂ. കൂടുതലും ആൾക്കാർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഔട്ട്സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ ഇത്രയും എഫോർട്ട് എടുത്ത് പഠിക്കുന്നതിന്റെ അത്രയും ഒരു സാലറി സ്കെയിൽ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു സോഷ്യൽ കണ്ടീഷൻ കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, ഇനി വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പൊ ഒരു സാലറി കണ്ടീഷനും കാര്യങ്ങളും ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇതിനെപ്പറ്റി മറ്റു ഡൗട്ടുകളോ ഒന്നും വരാറില്ല. പക്ഷെ ഈ കോഴ്സ് തുടങ്ങിയ കാലം തൊട്ട്, അതായത് ഈ കോഴ്സൊക്കെ പ്രചാരമായ കാലം തൊട്ട്
ഇന്ന് വരത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 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 ഡിമാൻഡ് അതേ സെയിം രീതിയിൽ, അതായത് കുറയാനോ എന്നാ വലിയ രീതിയിൽ കൂടുന്നോ ഒന്നുമില്ല. ആ ഒരു നോർമൽ രീതിയിൽ ഡിമാൻഡിന്റെ ഒരു ഫ്ലോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കാനൊരു താല്പര്യമുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന കോഴ്സാണ്. പിന്നെ ഇന്റേണൽ ഓർഗൻസ് കാര്യങ്ങൾ അതേപോലെ തന്നെ ബ്ലഡ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ കോഴ്സ് എടുക്കാതിരിക്കുക. മറ്റൊരാൾ പോയതിന്റെ ഒരു ചാൻസ് നോക്കിയെടുക്കരുത്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട എല്ലാ പോയിന്റുകളും ഞാൻ പറഞ്ഞു. അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കോഴ്സ് എടുക്കാവൂ. വെറുതെ പോയി അതിനകത്ത് പോയി ചാടരുത്. ചാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ നിങ്ങൾക്ക് ഈ കാർഡിയാക്കിനെ പറ്റി ഞാൻ സംസാരിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇനിയും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതെങ്ങനെ പഠിക്കണം, മീൻസ് ഇതിന് വേറെന്തെങ്കിലും വഴികളുണ്ടോ, അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ഡീറ്റെയിലോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കാം. അത് നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അതിനുള്ള ഡീറ്റെയിൽസ്, കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കുക. സംശയങ്ങൾ നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് വേറെ ഏതെങ്കിലും കോഴ്സിനെ പറ്റി ഞാൻ ഇനിയും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, സംസാരിച്ച കോഴ്സുകളെ പറ്റിയാണെങ്കിലും വീണ്ടും സംസാരിക്കണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ട ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അതിനെപ്പറ്റി തന്നെ നമുക്ക് അടുത്ത വീഡിയോയും നമുക്ക് പറയാൻ പറ്റും. സോ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.